ഇന്ന് നമുക്ക് സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു കൂട്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മുടെ കൂട്ടുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അര കപ്പോളം കടല ഒരു 7-8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അല്പം വെള്ളവും ഒഴിച്ച് പ്രഷർ കുക്കറിലൊരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 2 പച്ചക്കായ ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ കറയൊന്ന് പോകുന്നതിന് വേണ്ടിയാണ് വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചേന, ഇതൊരു ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇത് ചെറുതായി അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ വീതം മുളക് പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് 1 സ്പൂണിന് പകരം അര സ്പൂണാക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നതിന് വേണ്ടി ഒരു അരമുറി തേങ്ങയും ഒരു അര ടീസ്പൂണോളം നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങ ചെറുതായി ഒന്ന് ഒതുക്കി ചേർത്താൽ മതി. ഇത് കണ്ടമാനം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അവസാനം ഇതിലേക്ക് വറുത്ത് ചേർക്കുന്നതിന് വേണ്ടി ഒരു പിടി തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും ഒരു 2 വത്തലുമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂൺ കടുകും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും വേണം. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടലയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കായും അതുപോലെ ചേനയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ കടല വേവിച്ചപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ചാണ് വേവിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിൽ ഉണ്ട്. ഇനി ഒരല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. നമ്മുടെ ചേനയും കായും ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായി ഒന്ന് അരച്ചെടുക്കുക. ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കി ചേർത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചേനയും കായും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും ജീരകവും കൂടി ചേർന്ന് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങയും ചേനയും അതുപോലെ കടലയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഈ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അടുപ്പിലെ തീ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഇളം തീയിൽ വറുത്തെടുക്കാം. നമ്മുടെ കൂട്ടുകറിയിലെ വെള്ളമൊക്കെ പറ്റി ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ഒന്ന് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇത് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സദ്യയ്ക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്